നമസ്കാരം, തടൈ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ വായ്പാ വിപണിയിൽ പുതിയൊരു മാറ്റം ദൃശ്യമാവുകയാണ്. രാജ്യത്തെ പുതിയ വായ്പക്കാരിൽ ഏകദേശം 41% പേരും 18-നും 30-നും ഇടയിൽ പ്രായമുള്ളവർ, അതായത് ജെൻസി വിഭാഗമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഉപരിതലത്തിൽ നിസ്സാരമെന്ന് തോന്നുന്ന ചെറിയ ഇടപാടുകൾ പിന്നീട് വലിയ സാമ്പത്തിക ബാധ്യതയായി മാറുന്ന ഈ പ്രവണതയെ സാമ്പത്തിക വിദഗ്ധർ നിശബ്ദ കടബാധ്യത എന്നാണ് വിളിക്കുന്നത്. മുൻ തലമുറകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നത്തെ യുവാക്കൾക്ക് ക്രെഡിറ്റ് കാർഡുകൾ, പേഴ്സണൽ ലോണുകൾ, ആപ്പ് അധിഷ്ഠിത EMI-കൾ എന്നിവ എളുപ്പത്തിൽ ലഭ്യമാണ്. ഇതിനെ സോഷ്യൽ മീഡിയ സ്വാധീനവുമായി ചേർത്ത് വായിക്കുമ്പോൾ ഒരു ഇരട്ട ഉത്തേജനം സൃഷ്ടിക്കപ്പെടുന്നു. ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണുകൾ സ്വന്തമാക്കാനും സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രകൾ നടത്താനും ആഡംബര ഭക്ഷണങ്ങൾക്കും വേണ്ടി ക്രെഡിറ്റ് സൗകര്യങ്ങളെ ആശ്രയിക്കുന്നത് ഈ തലമുറയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇനി എന്താണ് നിശബ്ദ കടബാധ്യത എന്ന് പറയാം. പരമ്പരാഗത വായ്പകളെ പോലെ തന്നെ തോന്നിപ്പിക്കാത്ത, എന്നാൽ തിരിച്ചടവ് സമ്മർദ്ദം നൽകുന്ന ചെറിയ ബാധ്യതകളാണിവ. ക്രെഡിറ്റ് കാർഡ് ബാലൻസുകൾ, ബൈ നൗ പേ ലേറ്റർ കുടിശ്ശികകൾ, ഡിജിറ്റൽ മൈക്രോ ലോണുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയിലെ മൊത്തം ക്രെഡിറ്റ് കാർഡ് കുടിശ്ശിക നിലവിൽ 3 ലക്ഷം കോടി രൂപ കടന്നിരിക്കുകയാണ്. പലപ്പോഴും ഇത്തരം വായ്പകൾ ചെറിയ ഗഡുക്കളായി മാർക്കറ്റ് ചെയ്യപ്പെടുന്നതിനാൽ യുവാക്കൾ തങ്ങളുടെ ആകെ കടബാധ്യതയെ ലഘൂകരിച്ച് കാണുന്നു. BNPL, മൈക്രോ ലോണുകൾ എന്നിവ ഇപ്പോൾ ക്രെഡിറ്റ് ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നത് ശ്രദ്ധേയമാണ്. ഇത് ഭാവിയിൽ വലിയ ലോണുകൾ എടുക്കുന്നതിനെ ബാധിച്ചേക്കാം. കൂടാതെ ഇതിൽ അപകട സൂചനകളും ഒളിഞ്ഞിരിപ്പുണ്ട്. ക്രെഡിറ്റ് കാർഡിന്റെ മിനിമം തുക മാത്രം അടച്ചു പോവുക, പഴയ കടങ്ങൾ തീർക്കാൻ പുതിയ വായ്പകൾ എടുക്കുക, വായ്പാ വിനിയോഗം 30%-ന് മുകളിൽ പോവുക, വരുമാനത്തിന്റെ 30 മുതൽ 35%-ലധികം തിരിച്ചടവുകൾക്കായി മാറ്റിവെക്കേണ്ടി വരിക തുടങ്ങിയവ നിങ്ങൾ ഒരു കടക്കണിയിലാണോ എന്നറിയാനുള്ള വ്യക്തമായ സൂചനകളാണ്. ഇനി ഇതിന്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കടബാധ്യതകൾ കൈകാര്യം ചെയ്യാൻ വിദഗ്ധർ 3 ഘട്ടങ്ങളുള്ള സമീപനമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ബാധ്യതകളുടെ ഏകോപനം, എല്ലാ കടങ്ങളെയും കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാകുക, മുൻഗണന നൽകുക, ഉയർന്ന പലിശയുള്ള കടങ്ങൾ ആദ്യം തീർക്കാൻ ശ്രമിക്കുക, അച്ചടക്കം, കൃത്യമായ ബജറ്റ് ഉണ്ടാക്കുകയും അനാവശ്യമായ പുതിയ ക്രെഡിറ്റുകൾ ഒഴിവാക്കുകയും ചെയ്യുക. ഒരു എമർജൻസി ഫണ്ട് നിർമ്മിക്കുന്നതും ഗുണകരമാണ്. ഇന്നത്തെ ചെറിയ ആനന്ദങ്ങൾ നാളത്തെ വലിയ സാമ്പത്തിക സമ്മർദ്ദമാകാതിരിക്കാൻ ജെൻസി യുവാക്കൾക്കിടയിൽ ബോധപൂർവമായ ആസൂത്രണവും തിരിച്ചടവ് അച്ചടക്കവും അനിവാര്യമാണ്. ശരിയായ അറിവും പ്ലാനിങ്ങുമാണ് ഈ വെല്ലുവിളിയെ അതിജീവിക്കാൻ സഹായിക്കുക എന്ന കാര്യം എപ്പോഴും ഓർക്കുക.